ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷമ്മാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മിസ്അബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യണം. എല്ലാ ഉഹദിലെ എല്ലാ ശുഹദാക്കന്മാരെയും നമുക്ക് സിയാറത്ത് ചെയ്ത് നമ്മൾ സൂറത്ത് യാസീൻ ഓതിയതാണ് അല്ലേ, ഹദിയ ചെയ്തുകൊണ്ട് ദുആർക്കണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ 10-28 ആൾക്കാരെ കൊന്ന കഥ ബദറിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഇന്നിപ്പോൾ ഇന്ത്യൻ പട്ടാളം അല്ലേ മൊത്തങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തീവ്രവാദികൾ ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ബദറിൽ വെച്ച് പറഞ്ഞതുപോലെ നമ്മൾ ആരാണ്? മുസ്ലിമീങ്ങളാണ്. നമ്മൾ സമാധാനത്തിൻ്റെ വക്താക്കളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഇപ്പോൾ പറയപ്പെടുന്നത് കാശ്മീരിൽ ആക്രമണം നടത്തിയത് മുസ്ലിമീങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറയുന്നു, മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യൂല. മുസ്ലിമീങ്ങൾ അങ്ങനെ ഒന്നുകിൽ മുസ്ലിം നാമധാരികളായ വ്യാജന്മാരായിരിക്കും. മുസ്ലിം നാമധാരികളായ വ്യാജന്മാരായിരിക്കും. അല്ലെങ്കിലോ ഒറിജിനൽ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ അക്രമം കാണിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ വാർത്ത വരുന്നുണ്ട്. എന്താ വാർത്ത എന്നറിയോ? അവിടെ അക്രമം നടത്തി, മുസ്ലിമീങ്ങൾ എന്നല്ലേ പറയണത്, അക്രമം നടത്തിയിട്ട് കൊല്ലപ്പെട്ട ആളുകൾ, അതുപോലെ അപകടം പറ്റിയ ആളുകൾ രക്തവും ഒഴുക്കി ഓടുമ്പോൾ അവരെ സഹായിക്കാൻ വന്നത് മുഴുവനും മുസ്ലിമീങ്ങളാണ്. മനസ്സിലായോ? അപകടത്തിൽപ്പെട്ട് അക്രമത്തിന് ഇരയായി രക്തമൊഴുകി നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് നെട്ടോട്ടം ഓടുന്ന ആളുകളെ വെള്ളം കൊടുക്കാനും കൂട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും വണ്ടി കയറ്റി കൊണ്ടുപോകാനും മുന്നിട്ടിറങ്ങിയത് ആരാണ്? മുസ്ലിമീങ്ങളാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ തന്നെ അക്രമം ഉണ്ടാക്കുക, എന്നിട്ട് മുസ്ലിമീങ്ങൾ തന്നെ സഹായിക്കുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസമുണ്ട്. ആരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. അക്രമം ഒന്നിനും പരിഹാരമല്ല. ആണോ? അക്രമം ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് ഉഹദിൽ വെച്ച് ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടത് ആയുധമല്ല, നമുക്ക് വേണ്ടത് ആയുധങ്ങളല്ല, നമുക്ക് വേണ്ടത് ഈമാനാകുന്ന ആയുധമാണ്. നമുക്ക് വേണ്ടത് മാരകായുധങ്ങളല്ല മൂർച്ച വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഈമാനാകുന്ന ആയുധത്തിനാണ് എന്ത് വേണ്ടത്? മൂർച്ച വേണ്ടത്. അങ്ങനെ മൂർച്ചയുള്ള ഒരു വലിയ ആയുധത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് ഉഹദ് ശുഹദാക്കന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാനിന് അല്ലാഹു വർദ്ധനവ് തരട്ടെ. നല്ല യശസ്സും അന്തസ്സും അഭിമാനവും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ ഉമ്മത്തിന് സകല കാവലും അല്ലാഹു നൽകുമാറാവട്ടെ. ശത്രുക്കളെ മുഴുവനും അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. നമ്മുടെ നാടിനെയും നാട്ടുകാരെയും അല്ലാഹു സംരക്ഷിക്കട്ടെ. എല്ലാവിധ വിപത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെയും രാജ്യക്കാരെയും അല്ലാഹു കാത്ത് സന്തോഷവും സമാധാനവും അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.